ഇന്നും മറക്കാത്തൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് റിങ് ചെയ്യും അതെനിക്ക്. അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ഭാര്യയെയും പെമ്മക്കളെയും നമുക്ക് കൊണ്ട് തന്നിട്ട് പോകും എന്ന് പറഞ്ഞൊരു കമൻറ്റ്. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ തല്ലണ്ടേ ഇതിനൊക്കെ. ബട്ട് ക്യാൻ വി ഡു ദാറ്റ്? നോ. അപ്പം നമ്മൾ കുറ്റക്കാരും. ഫേക്ക് അക്കൗണ്ട് വരെ ഉണ്ടാക്കി ചെയ്യുന്നവരുണ്ട്. കാര്യം അവർക്ക് നട്ടലില്ല മുഖത്ത് നോക്കി പറയാൻ. ഇത് കേൾക്കുന്നവരും മനുഷ്യരാണെന്നുള്ള ഓർക്കുന്നില്ല. ഐ അപ്പോളജൈസ് ഫോർ മൈ ലാംഗ്വേജ്. പക്ഷേ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് അപ്പുറത്തേലായാലും സീർട്ട് വലിച്ചൊരു പുകവിട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മാധവ് സുരേഷ് കഞ്ചാവ് വലിച്ചും കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നു എന്ന് പറയും. വന്നിട്ടുള്ളതാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ്. എല്ലാവർക്കും മറ്റൊരാളെ കുറ്റം പറഞ്ഞു നടക്കാൻ ഭയങ്കര സുഖം. കേസ് നമ്പർ 1 മൈ ഫാദർ. ആളുടെ ലൈഫ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാം. പക്ഷെ BJP എന്നൊരു ടാഗ് വന്നപ്പോഴത്തേക്ക് ആ മനുഷ്യനാരാന്ന് മറന്നുപോയ നാട്ടുകാരാണ്. ഞാൻ തൃശ്ശൂരുകാരനാണ്. സോ ഐ ക്യാൻ സേ പ്രൗഡ്ലി ദാറ്റ് തൃശ്ശൂരുകാർക്ക് സുരേഷ് ഏട്ടനെ വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ജയിപ്പിച്ചെടുത്തത്. The Hema committee issue. It's been happening everywhere for a while. Why are cinema people, or not just actors, why is the cinema industry the only industry being brought to scrutiny? കൂടുതൽ പബ്ലിക് ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരും മനുഷ്യർ തന്നെ. The punishment or justice deserved is equal to any other working industry. എന്തുകൊണ്ട് മറ്റേ ഇൻഡസ്ട്രി ഇതുപോലെ അന്വേഷണങ്ങൾ നടക്കുന്നില്ല? മറ്റേ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഫിലിം ഇൻഡസ്ട്രി അല്ല, ഓഫീസ് വർക്കിംഗ് എൻവയറമെന്റ്, ഒരു ഓൺടർപ്രണോറിയൽ വെഞ്ചറിന്റെ ഒരു ഓഫീസിൽ വിക്ടിംസിനെ എനിക്കറിയാം പേഴ്സണലി. വൈ ഇസ് ദാറ്റ് നോട്ട് കമ്മിങ് ടു ലൈറ്റ്? എന്തുകൊണ്ട് എപ്പോഴും സിനിമ? ഇനി മേലാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ പടം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ക്യാരക്ടർ പോലും കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നെ തന്നെയാണോ നിങ്ങൾ വിളിച്ചേ എന്നുള്ള രീതിയിലായി നിന്ന്. ഞാൻ അസ്കറിനെ കണ്ടത് ഇപ്പം ഞാൻ വീട്ടു മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. ഓക്കെ, ഒരു പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ് ചായയൊക്കെ കുടിച്ചിട്ട്. എന്നെ ഏറെ കയറ്റുമല്ലേ? ഞാൻ ഒന്നും പടം ചെയ്തൊന്ന് രക്ഷപ്പെടാൻ നോക്കുന്നേ ഉള്ളൂ. ഇനി മേല ആ ചായക്കടയിൽ പോയിട്ട് പഴംപൊരി കാണും കഴിച്ച അതവളെ സ്റ്റാറാക്കി കളഞ്ഞു. സിനിമ സിറ്റി പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന എൻ്റെ അച്ഛനല്ല, ഇത് സൂപ്പർ സ്റ്റാർ. ഇത് സൂപ്പർ സ്റ്റാർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. സോ മീ ആസ് എ ന്യൂ കമർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്യുമോ. സിൻസ് മിന്നൽ മുരളി ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം. ബേസിൽ ചേട്ടാ മറക്കരുത്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. JSK എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 1 2 5 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. JSK ട്രെയിലർ കണ്ടു, കുറച്ചുകൂടെ ട്രെയിലർ കണ്ടേ, ടീസർ കണ്ടു, ഗംഭീര ടീസർ. ആൻഡ് നിങ്ങൾക്കൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് JSK പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? മാധവ് സ്റ്റാർട്ട് ചെയ്യണം. Right, so JSK first of all is definitely the genre is gonna be courtroom drama. Yeah. But I feel like ഇപ്പൊ പല കമ്പാരിസണും ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് നേര് എന്നുള്ള സിനിമയാണ്. ലാൽ സാറിന്റെ സിനിമയായിട്ടാണ് കമ്പാരിസൺ വന്നിരിക്കുന്നത്. ചോദിക്കാതെ തന്നെ ഒരു ആൻസർ തരാം. നേരല്ല JSK അല്ല നേര്. സോ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ദാറ്റ് ക്ലിയർ. ഒരുപാട് ഇപ്പൊ ഒരു സിനിമാറ്റിക് ആസ്പെക്ടിൽ നോക്കുന്നെങ്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് JSK. അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് തന്നെ വന്നിട്ടുണ്ട്. മാധവിന്റെ ഈ സിനിമയിൽ എന്താണ് ക്യാരക്ടർ? സോ എന്റെ ക്യാരക്ടറിന്റെ പേര് നവീൻ എന്നാണ്. നവീൻസ് എ 21-22-year-old ബോയ്. സാഹചര്യം കൊണ്ട് ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമാവുന്നതാണ് നവീന്റെ ക്യാരക്ടർ. രജിച്ചേട്ടന്റെ ക്യാരക്ടർ എന്താ ഈ സിനിമയില്? എന്റെ ക്യാരക്ടറിന്റെ പേര് വെങ്കട്ട് എന്നാണ്. അപ്പോ ആക്ച്വലി ഈ സിനിമയിൽ ഇവരുടെ എന്താ പറയാ കൂടെ മത്സരിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ്. ഇറ്റ്സ് മോർ ലൈക്ക് എ സ്പെഷ്യൽ അപ്പിയറൻസ്. ഒരു ക്രൂഷ്യൽ പോയിന്റിൽ വന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്ഥലത്ത് വന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഐ മീൻ ഇവരെല്ലാവരും കുറച്ചും കൂടി ത്രൂ ഔട്ട് ആണ്. ഞാനൊരു സ്പെഷ്യൽ മൊമെന്റിൽ വന്നു പോകുന്ന ഒരാളാണ്. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. ഇറ്റ് വാസ് റിയലി ഫൺ ആക്ച്വലി വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദം. എന്താ പറയാ, ഞാനും ഇവരൊക്കെ എല്ലാവരും ഒരേ പ്രായമായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഞങ്ങൾ ജെൽ ചെയ്തു. ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഗോൾ ഒരുപോലെ ഇരിക്കുന്നല്ലേ, വലിയ മാറ്റമൊന്നുമില്ല.
ഞാൻ 10 വയസ്സ് ഏകദേശം എനിക്ക് ആ പ്രായം ഉള്ളപ്പോഴാണ് ജനകൻ ഇറങ്ങുന്നത്. സുരേഷേട്ടൻ കഴിഞ്ഞ ഏറ്റവും പ്രായമുള്ള ആളുകൾ ഈ സിനിമയിൽ ഞാനായി മാറിയോ എന്നൊരു സംശയം. ബൈജുങ്കളും അവരൊക്കെ പക്ഷെ എന്താ പറയാ നമ്മള് പണ്ട് കണ്ട സിനിമയില് ഞാൻ ഇപ്പോഴും ഓർക്കണ്ടു. അടുത്ത ക്യാരക്ടറെ കുറിച്ച് പറയും. പ്രായത്തിലൊക്കെ എന്താ കാര്യം, ഉള്ളിലുള്ള ചെറുപ്പമല്ലേ മാറ്റർ ചെയ്യുന്നു. രക്ഷിച്ചു എന്തോ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അസ്കുറിന്റെ ക്യാരക്ടറെ കുറിച്ച് പറയൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് ഫിറോസ് എന്നാണ്. ഒരു സാധാരണക്കാരനായ ഒരു പോലീസുകാരൻ, കമ്മീഷണർ പോലീസുകാരൻ, ഒരു സാധാ കോൺസ്റ്റബിൾ ആയിട്ടുള്ള. പിന്നെ ഉണ്ട് ഈ ക്യാരക്ടർ ഒരു രീതിയിൽ എന്താ പറയാ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇപ്പൊ സുരേഷേട്ടന്റെ പടം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ തന്നെ എനിക്ക് ക്യാരക്ടർ പോലും കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നെ തന്നെയാണോ നിങ്ങൾ വിളിച്ചേ എന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് ഭയങ്കരമായ ഒരു ബ്രേക്ക് തരാൻ പോകുന്ന ഒരു ക്യാരക്ടറിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൈഷ്ണവിന്റെ ക്യാരക്ടർ എന്താ? ഞാൻ ആക്ച്വലി ജാനകിയുടെ ഫ്രണ്ടാണ്. ഞങ്ങള് ചെറിയ ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അത്രയും കമ്പനി ആയിട്ടുള്ള ക്ലോസ് ഫ്രണ്ടാണ്. അപർണ പേടിച്ചിരിക്കും, ഇവിടെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അവരുടെ ക്യാരക്ടർ എന്താ? ജാനകിന്റെ ഫ്രണ്ടാണ്, കന്നഡികയാണ്. ഒന്നിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ പിന്നീട് ഞങ്ങൾ 3 പേരും ഒന്നിച്ചായിരുന്നു അങ്ങോട്ടുള്ള യാത്ര. എനിക്ക് അപർണ പേര് ചേഞ്ച് ചെയ്തു. മേധാ പല്ലവി. ഈ പേര് അല്ല, അപർണ ഭയങ്കര കോമൺ ആണല്ലോ. സോ ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ ഡയറക്ടർ ചോദിച്ചു കോമൺ അല്ലേ, സോ എന്തെങ്കിലും മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഫ്രണ്ടും മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ ഒരു ടൈമിൽ എനിക്കും ഒരു ഇത് ഭയങ്കര ഒരു ഇത്, അവള് ഇല്ല. അപ്പം വൈഷ്ണവിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു പേര് മാറ്റാൻ? എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ല, പണ്ടോട്ട് ഇഷ്ടമല്ല, ചെറുതിലോട്ട് ഇഷ്ടമല്ല. സോ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പെട്ടെന്ന് മാറ്റി. പിന്നെ ഓക്കെ. ഈ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പേര് മാറ്റാൻ ഒരു ലക്കി ഫാക്ടർ ആണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വിശ്വാസം എനിക്കുണ്ട്. അല്ല, നല്ലതാവട്ടെ. ഇതുവരെ മേധാ പല്ലവി കേട്ടിട്ടില്ല. മേധാ ഉണ്ട്, മേധാ പല്ലവി. ഞാൻ അസ്കറിനെ കണ്ടത് ഇപ്പൊ ഞാന് വീട്ടിന് മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു ദിവസം നടന്നു പോകുമ്പോ ഒരാൾ എന്റെ മുമ്പില് ഓക്കെ ഒരു പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ചായ ഒക്കെ കുടിച്ചിട്ട്. പക്ഷെ നമ്മള് പെട്ടെന്ന് കാണുമ്പോ അസ്കറില്ലേ ഇത് എന്നൊക്കെ. പക്ഷെ പൊതുവെ നമ്മള് ഈ സ്റ്റാർസ് ഒക്കെ ശരിക്കും ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ ഇരിക്കുമെന്നൊക്കെ വിചാരിക്കും. പൊതുവെ നമ്മളിപ്പോഴും പറയല്ലോ സ്റ്റാർസ് പബ്ലിക് വർഷങ്ങൾക്ക് ശേഷം അല്ല, ഇപ്പൊ എനിക്ക് 2019 ലാസ്റ്റ് മൂവി ഇറങ്ങിയത്. ഈ 6 വർഷം ഉണ്ടല്ലോ ഈ സ്വയം ഒരു പ്രിപ്പറേഷൻ, നല്ലൊരു സിനിമയുടെ ഭാഗമാവാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ പഴംപൊരി പോയി കഴിച്ചതൊക്കെ. എന്താണത്? ആണോ? ക്യാരക്ടറായിട്ട് ചിലപ്പോ ചില ക്യാരക്ടറായിട്ട് മാറുമല്ലോ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒബ്സർവ് ചെയ്ത്. എല്ലാരും മനുഷ്യർ തന്നെയല്ലേ. ഇത് വരും മറ്റേ അസ്കറിന്റെ സിംപ്ലിസിറ്റി കണ്ടോ? നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ടോ ഇപ്പൊ പബ്ലിക്കില്? ഐ അപ്പോളജൈസ് ഫോർ മൈ ലാംഗ്വേജ്. പക്ഷെ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് അപ്പുറത്തേലായാലും സീർട്ട് വലിച്ചൊരു പുകവിട്ട് കഴിഞ്ഞ് അതിന്റെ ഒരു ഫോട്ടോ എടുത്താൽ മാധവ് സുരേഷ് കഞ്ചാവ് വലിച്ചും കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നു എന്ന് പറയും. വന്നിട്ടുള്ളതാണ്. സോ ഐ കൻ സേ ദാറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് പത്തറ്റിക് ഇഫ് എനിത്തിങ്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ കൂടുതലാണല്ലോ. നമുക്കിപ്പോ ഒരു ഫേസ്, ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സിനിമ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർസ് ആണ്. അപ്പൊ എന്തും ആളുകൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ഫോണിലെടുത്ത് ഒരു മീഡിയ ആയല്ലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ? അതായത് സോഷ്യൽ മീഡിയ ചിലപ്പോൾ ബോധറായി പോവാറുണ്ട്. ബട്ട് വി ലെറ്റ് ഇറ്റ് ഗോ ബിക്കോസ് there are bigger things in our life. എങ്ങനെയാ പറയാ, അതായത് സോഷ്യൽ മീഡിയ എന്ന് തന്നെ ഒരുപാട് പേർക്ക് ഒരു വോയിസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അത് യൂസ് ചെയ്യപ്പെടുന്ന അങ്ങനെയല്ല. ആൾക്കാരെ ആക്ഷേപിക്കാനും അടിച്ചമർത്താനും മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേപോലെ ഒരു സെലിബ്രിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ the first issue that I can bring up, ഇത് കുറച്ചാലും മുന്നേ നടന്ന the ഹേമ കമ്മിറ്റി ഇഷ്യൂ.
it was an issue that's been happening for a very long while in every single workspace. I'm not justifying what happened. അത് ഞാൻ നടക്കുന്നത് ശരിയാണെന്നല്ല പറയുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ വിചാരിക്കും അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ട് സിനിമയിലും അപ്പം നടന്നോട്ടെ എന്ന് പറയുന്നത് വരെ പറയാൻ താല്പര്യമുള്ള ആൾക്കാരുമാണ്. ബട്ട് ഇറ്റ്സ് ബിൻ ഹാപ്പനിങ് എവറിവെയർ ഫോർ എ വൈൽ. വൈ ആർ സിനിമ പീപ്പിൾ, not just actors, why is the cinema industry the only industry being brought to scrutiny? കൂടുതൽ പബ്ലിക് ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരും മനുഷ്യർ തന്നെ. The punishment or justice deserved is equal to any other working industry. എന്തുകൊണ്ട് മറ്റേ ഇൻഡസ്ട്രി ഇതുപോലെ അന്വേഷണങ്ങൾ നടക്കുന്നില്ല? മറ്റേ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഫിലിം ഇൻഡസ്ട്രി അല്ല, ഓഫീസ് വർക്കിംഗ് എൻവയൺമെന്റ്, ഒരു ഓൺടർപ്രണോറിയൽ വെഞ്ചറിന്റെ ഒരു ഓഫീസിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനകത്ത് തന്നെ ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഇവർക്കൊക്കെ പീപ്പിൾ നോ ഹു വർക്ക് ദാറ്റ്. വിക്ടിംസിനെ എനിക്കറിയാം പേഴ്സണലി. വൈ ഇസ് ദാറ്റ് നോട്ട് കമ്മിങ് ടു ലൈറ്റ്? എന്തുകൊണ്ട് എപ്പോഴും സിനിമ? മേ ബി കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇവനെ പറ്റി ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു നടക്കാൻ ഒരു സുഖം കിട്ടുമായിരിക്കും. ബട്ട് you're really not getting towards any form of justice or any form of righteousness. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി നന്നായ മറ്റുള്ളവര് നന്നാവണമെന്നുണ്ടോ? ഇല്ല. Or are they just trying to make an example out of us? Not us, the industry. ചോദിച്ച ചോദ്യം ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ പേടിച്ചാണോ നമ്മൾ നടക്കുന്നത്? ഒരു പരിധി വരെ അങ്ങനെ നടക്കേണ്ടി വരും. ബിക്കോസ് എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് ഫ്രെയിമിൽ വരുന്ന ഒരു ആർട്ടിക്കിളിനോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിനോ കിട്ടുന്ന പോലത്തെ പബ്ലിസിറ്റി ഒരു പോസിറ്റീവ് ഫ്രെയിമിൽ വരുന്നതിന് കിട്ടത്തില്ല. എല്ലാവർക്കും മറ്റൊരാളെ കുറ്റം പറഞ്ഞു നടക്കാൻ ഭയങ്കര സുഖം. കേസ് നമ്പർ 1 മൈ ഫാദർ. എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആളുടെ ലൈഫ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാം. പക്ഷെ BJP എന്നൊരു ടാഗ് വന്നപ്പോഴത്തേക്ക് ആ മനുഷ്യൻ ആരാന്ന് മറന്നുപോയ നാട്ടുകാരാണ്. So I have quite frankly a little less respect for people who just use their access. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും സംസാരിക്കുന്നതിലാണെങ്കിലും ഒരു നിയന്ത്രണം ഇല്ലാതെ ആൾക്കാരെ പറ്റി ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് you lose respect for them after a while. പക്ഷേ ഒരു കമന്റ് ഉണ്ടോ, അദ്ദേഹത്തിന് ഒരു സിനിമ വന്നാൽ മതി ഈ പറയുന്നവരൊക്കെ കൂടെ ഉണ്ടാവും. എനിക്ക് ഇതിന്റെ ടീച്ചർ പുറത്തിറങ്ങിയപ്പോൾ ആഡ് ഓൺ സംഭവം എന്താ വെച്ചാല് ലൈക്ക് ഇപ്പൊ മാധവ് പറഞ്ഞതില് ലൈക്ക് ഭൂരിഭാഗത്തില് സുരേഷ് ചേട്ടന്റെ കാര്യത്തിൽ ശരിയാണ്. ലൈക്ക് സോ മെനി പീപ്പിൾ അറ്റാക്കിംഗ് എന്നുള്ളത്. പക്ഷെ ഇറസ്പെക്ടീവ് ഓഫ് ഓൾ ദാറ്റ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ആളാണ്. ലൈക്ക് അപ്പൊ ദാറ്റ് ഈസ് അത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ചേട്ടന്റെ ഇപ്പൊ പറഞ്ഞ ട്രാക്കിംഗ് റെക്കോർഡിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും ഫോർ ദ പേഴ്സൺ ഇൻ ഹിം ഇറസ്പെക്ടീവ് ഓഫ് ദ പാർട്ടി നമ്മള് എന്താ പറയാ, ഞാൻ തൃശ്ശൂരുകാരനാണ്. സോ ഐ ക്യാൻ സേ പ്രൗഡ്ലി ദാറ്റ് തൃശ്ശൂരുകാർക്ക് സുരേഷ് ചേട്ടനെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ജയിപ്പിച്ചെടുത്തത്. സോ യാ കുറെ മെജോറിറ്റി അങ്ങനെ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻസും കാര്യങ്ങളും അറ്റാക്സും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഐ തിങ്ക് ഹി ഡിസേർവ്ഡ് എ ചാൻസ്, ഹി ഗോട്ട് ഇറ്റ്, ഹി വിൽ പ്രൂവ്. ഈ സിനിമ ചെയ്യുമ്പോൾ വീണ്ടും സുരേഷ് ഗോപി ആവുക, അല്ലാത്തപ്പോ എനിക്കിവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാവുക ഈ ഓരോരുത്തരുടെ മനസ്സിൽ. Check his track record as an MP, as a minister, what he's done. ഇതൊന്നും ചെയ്യാനുള്ള സമയമായിരിക്കുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കീബോർഡ് വാറിയേഴ്സ് ആവാനുള്ള ഒരുപാട് താല്പര്യവും. ഞാൻ പറയാം, നെഗറ്റീവ് പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആരെയും പറ്റി നന്നായി പറയാൻ പലർക്കും somehow it hurts them. വേറെ ആളെ പറ്റി നല്ലത് പറയുമ്പോൾ അവർക്ക് ഉള്ളിലൊരു വിഷമം വരുന്ന പോലെയൊക്കെ തോന്നുന്നു. എനിക്കൊന്ന് സുരേഷ് സാർ എപ്പോഴും പറയുന്നുണ്ട് മാധവ് ഒരു മിനി വേർഷനാണ്. എനിക്ക് സംസാരിക്കുമ്പോഴും അങ്ങനെ തോന്നി. ഇന്നത്തെ കാലഘട്ടത്തില് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാ, അല്ലെങ്കിൽ ഒരു പേടിയില്ലാതെ സംസാരിക്കുക. പൊതുവെ ഇന്നത്തെ സ്റ്റാർസ് എന്താ പറയാ, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ മധു ഉദ്ദേശിച്ചിന്റെ ഒരു ബേസിക് സംഭവം എന്താ വെച്ചാൽ ലാംഗ്വേജ് നല്ലോണം കൺട്രോൾ ചെയ്യണം. ഇൻ ദ സെൻസ് വായെ തോന്നിയത് വിളിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരാൻ പാടില്ല. ലൈക്ക് ഇപ്പൊ വിമർശിക്കണമെങ്കിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഓക്കെ നിങ്ങൾ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ തെറ്റായി പോയി അങ്ങനെ പറയാം. പക്ഷെ ഇത് മറ്റേ ഫുൾ കുടുംബത്തിനെയും ഫുൾ മറ്റേ എന്താ പറയാ പൂർവികന്മാരെ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ ഒരാൾ മീൻസ് ഇറ്റ്സ് ഈസി ടു റൈറ്റ്. ഇപ്പൊ കീബോർഡ് വാരിയേഴ്സ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ എന്താ വെച്ചാൽ അത് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കെങ്കിലും അതൊരു ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കും. സോ അറ്റ്ലീസ്റ്റ് അത് ആലോചിച്ചിട്ടെങ്കിലും ഓക്കെ നിങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റ് മറച്ചു വെച്ച് നമ്മൾ അംഗീകരിക്കണം എന്നല്ല, പക്ഷെ കുറച്ചും കൂടി ഒരു നല്ല ലാംഗ്വേജിലൊക്കെ അറ്റ്ലീസ്റ്റ് പറയാം. വെരി റീസെന്റ് അച്ഛൻ കുറച്ച് വർഷങ്ങൾ മുന്നേ എന്തോ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായി ജനിച്ച് അമ്പലത്തിലൊരു പൂജാരിയായ കൊള്ളാവുന്നുണ്ടെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവർക്ക് എന്താവണമെന്നുള്ളൊരു ആഗ്രഹം വന്നാൽ ഇപ്പൊ ഞാൻ പറയാം എനിക്ക് അടുത്ത ജന്മം ഒരു ക്രിസ്ത്യാനിയായി ജനിക്കണമെന്ന്, അത് എന്റെ അവകാശം, മൈ ഡിസിഷൻ എന്നും പറഞ്ഞ് ഞാൻ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ.
അങ്ങനെ ഒരു ലൈനിൽ വ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ കളിയാക്കണം. അതിൻ്റെ ഏറ്റവും എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ചില കാര്യങ്ങൾ ഹേർട്ട് ചെയ്യുമെന്ന്, ഇന്നും മറക്കാത്തൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് റിങ് ചെയ്യും അതെനിക്ക്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയെയും പെമ്മക്കളെയും നമുക്ക് കൊണ്ട് തന്നിട്ട് പോകും എന്ന് പറഞ്ഞൊരു കമന്റ്. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ തല്ലണ്ടേ ഇതിനൊക്കെ. ബട്ട് ക്യാൻ വി ഡു ദാറ്റ്? നോ. അപ്പം നമ്മൾ കുറ്റക്കാരും. Still happens, right? He's living his life. That person, whoever commented, that person. ഇപ്പോഴും ഒരു പിന്നെ റിപ്പർക്കഷൻ ഒന്നും ഇല്ലാതെ നടക്കുമല്ലേ. ആ ഒരു നിയന്ത്രണമില്ലാത്ത വർത്തമാനം, അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഫേക്ക് അക്കൗണ്ട് വരെ ഉണ്ടാക്കി ചെയ്യുന്നവരുണ്ട്. കാര്യം അവർക്ക് നട്ടലില്ല മുഖത്ത് നോക്കി പറയാൻ. ശരിക്കും അത് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇത് കേൾക്കുന്നവരും മനുഷ്യരാന്നുള്ള ഓർക്കുന്നില്ല. അതെ. എനിക്കൊന്നും ഇപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ മക്കളുടെ കൂടെ ഇപ്പം രണ്ടാമത്തെ സിനിമ അച്ഛന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടോ? ഫസ്റ്റ് മൂവി അത് കോമ്പിനേഷൻ സീൻ ഉണ്ടോ ഇതില്? ഉണ്ട്. നമ്മളൊരു വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ട്. ഭയങ്കര റെസ്പെക്ട്. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ആക്ച്വലി. ഞാൻ സിനിമ സെറ്റിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന എന്റെ അച്ഛനല്ല, ഇത് സൂപ്പർ സ്റ്റാർ. He's a superstar in the Malayalam film industry. So me as a newcomer in the Malayalam film industry, എൻ്റെ ഏറ്റവും ഒരു ഫസ്റ്റ് ഒരു പ്രോപ്പർ ടേക്ക് എന്ന് പറയുന്നത്, ഡയലോഗൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ടേക്ക്, അതിന് റിയാക്ഷൻ കൊടുക്കേണ്ട ഒരു ടേക്ക് വരുന്നത് അച്ഛനും ദിവ്യ ചേച്ചിയും, ദിവ്യ പിള്ളയും. ദിവ്യ ചേച്ചിയുടെ ഞാൻ ഇരിക്കുന്ന ഒരു ഫ്രെയിമാണ്. അന്ന് എനിക്ക് വിറയൽ വരെ വന്ന് ക്യാമറയുടെ മുന്നിലിരുന്ന് എനിക്ക് ഡയലോഗ് പോലും പറയാൻ പറ്റില്ല. നേരെ അച്ഛൻ്റെ ക്ഷമയ്ക്ക് ഇന്നും നന്ദി, ദിവ്യ ചേച്ചിയുടെ ക്ഷമയ്ക്കും ഇന്നും നന്ദി. ബട്ട് അന്ന് ഐ സ്ട്രഗിൾഡ്. അന്ന് ഞാൻ പേടിച്ചു, ക്യാമറയുടെ മുന്നിൽ നിന്ന് ക്യാമറ നോക്കി ഞാൻ പേടിച്ചു. ആൻഡ് that hasn't happened since then. അങ്ങനെ ഒരു നല്ല അടി കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും since then it hasn't happened. But yes, അച്ഛനായിട്ട് ഇതില് കോമ്പിനേഷൻ ഉണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു കോമ്പിനേഷനും ഉണ്ട്. So even as a Suresh Gopi, I'm a Suresh Gopi fan as well. So that was quite exciting for me. എനിക്കൊന്നൊരു പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചേട്ടന്റെ ഒരു ഫാനാണ് ആസിഫിക്കയുടെ. ഇപ്പം ഞാൻ ഇപ്പൊ ആസിഫിക്കനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകള് ഇപ്പൊ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആസിഫിക്ക ഭയങ്കര ഫാനുകളാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ കൊച്ചിയിൽ വരാനുള്ള റീസൺ ആസിഫിക്ക. ഇങ്ങനെ ഒത്തിരി, ഞാൻ ആസിഫിക്കയുടെ ഒരു ഇന്റർവ്യൂവിൽ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ആളുകൾ ആസിഫിക്കിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ അഭിപ്രായം പറയും. നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ ആസിഫിക്കെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അസ്കറിനും അതേപോലെ സുരേഷ് ഗോപി സ്നേഹിക്കുന്ന രണ്ടുപേർക്കും ഈ സ്നേഹം ഒരുപാട് കിട്ടാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ ചെന്നൈയിലൊക്കെ പോയി പഠിച്ച് കഷ്ടപ്പെട്ട് സിനിമയിലെത്തിയ ഒരാളാണ്. പക്ഷെ ഇപ്പോഴും സിനിമയിൽ നേരത്തെ തന്നെ ഒരാളുണ്ടെങ്കിൽ പറയും ഭയങ്കര ഈസി അല്ലേ വരാൻ, നിങ്ങൾക്ക് സിനിമകൾ കിട്ടാൻ ഈസി അല്ലേ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് ആരും അത് മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ ശരിക്കും അതിനെങ്ങനെ എടുക്കുക? കണ്ടറിയാലോ, കിട്ടാൻ ഈസി അല്ല എന്നുള്ളതിന്റെ almost 3 years ഞാൻ ഇൻഡസ്ട്രി കയറിയിട്ട് 2.5 years have been completed. I've written 3 films. അതിൽ നിന്ന് മനസ്സിലായി ആസ്കറൊക്കെയുടെ you can say as well. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയാൻ ആക്ച്വലി നല്ലത് ഞാനാണ്. കാരണം തരും. അല്ല സീരിയസ്ലി എന്താ പറയാ, ഇവര് എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്ന പോലെയാവും. ഞാൻ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡർ ആണ്. ഇനിയിപ്പോ എന്റെ ഏത് ട്രാക്ക് എടുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആണ്. സോ എനിക്കത് ലൈക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ന്യായീകരിച്ച് പറയുന്ന ഒന്നുമല്ല. സോ കോൾഡ് ഒരു നെപ്പോട്ടിസം ഫാക്ടർ ആ ഒരു സംഭവം ചോദിച്ചുകൊണ്ട് പറയാണ്. ഫസ്റ്റ് മൂവി ഇവർക്ക് രണ്ടുപേർക്കും കിട്ടാൻ എളുപ്പമാണ്, അത് സത്യമാണ്. ദേ വിൽ ഗെറ്റ്, അത് ശരിയാണ്. അത് ഇവർക്ക് മാത്രമല്ല, ഇപ്പൊ അച്ഛനമ്മമാർ ഇപ്പൊ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഇൻഫ്ലുവൻസ് മാത്രമല്ല, എല്ലാവർക്കും അവരെ ലോഞ്ച് ചെയ്യാം അങ്ങനെയുള്ള ധാരണയിൽ വെച്ച് അവർക്ക് ഫസ്റ്റ് ഫിലിം കിട്ടും. ഫ്രം സെക്കൻഡ് ഫിലിം യു ഹാവ് ടു ബി ഓൺ യുവർ ഓൺ. നിങ്ങൾ പ്രൂവ് ചെയ്യണം, ആൾക്കാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടണം, നിങ്ങൾ ടാലന്റ് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ ആസ് ഞാൻ ഔട്ട്സൈഡറായിട്ട് വന്ന പോലെ, അല്ലെങ്കിൽ ഇവരൊക്കെ ഔട്ട്സൈഡറായിട്ട് വന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ഇവരും ചെയ്യണം. അതേ പ്രോസസ്സാണ്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സും ഇവരും തമ്മിൽ ഇവർക്ക് ഒരു ഫസ്റ്റ് ഫിലിം കിട്ടും. ദാറ്റ്സ് ഓൾ. സോ ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പോലെ ദേ ആർ റിയലി വർക്കിംഗ് ഹാർഡ്. ഇപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും വോട്ട് എവർ ഇട്ട്, ഞാൻ പറഞ്ഞ ഓൺ ടൈം. ഇപ്പോൾ ഞാൻ സുരേഷ് ഗോപിയുടെ മകനാണ്, ഞാൻ എന്നാൽ 10 മണി പറഞ്ഞാൽ 1 മണിക്ക് വരാം, അങ്ങനെയല്ല. അസ്കർ ഇപ്പം എൻ്റെ ചേട്ടൻ സാറാണല്ലോ, ഞാൻ എന്നാൽ 10 മണി പറഞ്ഞാൽ 1 മണിക്ക് വരാം. അങ്ങനെ ഒരു 2 ദിവസം പറഞ്ഞാൽ 3-ാമത്തെ ദിവസം ആ പ്രൊഡക്ഷൻ തന്നെ ഇവരോട് പറയും ഇനി വരണ്ടാണ്. ബിക്കോസ് എത്ര കാലം എനിക്ക് ഇപ്പോൾ മറ്റേ സുരേഷ് ഗോപിയുടെ മകനാണ് വരൂ എന്ന് പറഞ്ഞിട്ട് എത്ര കാലം ഇരിക്കാൻ പറ്റും പ്രൊഡക്ഷൻ വൈസ്? അല്ലെങ്കിൽ എത്ര കാലം ആസിഫിന്റെ ബ്രദറാണ് വരൂ എന്ന് പറയാൻ പറ്റും? സോ നാച്ചുറലി ദേ ഹാവ് ടു വർക്ക് ആൻഡ് they are very capable and they are doing that. എപ്പോഴെങ്കിലും ഇക്ക വന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ കഴിഞ്ഞപ്പോ കൊള്ളാടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 6 വർഷം ഞാൻ പണിയില്ലാതിരുന്നിട്ട് പോലും ഇക്ക എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് മൂവി
ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. എനിക്ക് ആകെ ഞാൻ ഇപ്പൊ ചെലവിനുള്ള പൈസ പിന്നെ ഇത്താത്തുള്ളതുകൊണ്ട് ഞാൻ മിക്കായിട്ട് അങ്ങനെ ഫോണിൽ സംസാരിക്കാറില്ല. എനിക്കൊരു പേടിയാ. എന്താ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയണല്ലോ ഓർത്തിട്ട് ഇത്താത്തനെ വിളിച്ചിട്ട് ഇങ്ങനെ 2000-3000 രൂപ വെച്ചിങ്ങനെ അങ്ങനെയൊക്കെ. അല്ല മിക്കായിട്ട് ഞങ്ങള് സിനിമയെ സംസാരിക്കാറില്ല. ഇത് വന്ന് ഞാൻ എല്ലാ സിനിമയ്ക്കും പൂജയ്ക്ക് മുമ്പ് ഞാൻ വിളിക്കും, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയുക ഞാൻ ഇങ്ങനെ ഒരു പടം ആടാ തുടങ്ങുമോ, തുടങ്ങും, ഇത് തുടങ്ങും. പക്ഷെ ആസിഫിക്കന്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഇതേപോലെ ഇപ്പൊ തോൽവികൾ സംഭവിച്ച് കട്ടക്ക് കൂടെ വെക്കുന്ന ഒരു ഫാൻസ് ഉണ്ട്. അദ്ദേഹം അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എപ്പോഴും ഭയങ്കര ചർച്ചയാവാറുണ്ട്. അന്നത്തെ സുഹൃത്തുക്കൾ ഇന്നും ഉണ്ട്. അതിപ്പോ ഫാൻസ് ആയാലും അവർ സ്വന്തം സഹോദരെ പോലെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമാ മേഖലയിലെ ഒരു ചേഞ്ചസ്, ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്ന റിസൾട്ട് ഓരോന്നായിട്ട് കിട്ടും, നല്ല സിനിമകളുടെ ഭാഗമാവുന്നു. ഒരു ബ്രദർ എന്ന് അദ്ദേഹം ഹാർഡ് വർക്ക് കാണുന്ന ഒരാളല്ലേ, അപ്പൊ അതെങ്ങനെയാ കാണുന്നത്? ഭയങ്കര സന്തോഷമാണ്. കാര്യം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എവിടേക്കൊക്കെ ഇപ്പൊ ഓരോ പടങ്ങൾ ഒരിടയ്ക്ക് ഭയങ്കര ഫ്ലോപ്പ് ആകുമ്പോൾ പുള്ളി വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പുള്ളി അതിൽ ആ ഒരു സന്തോഷം കാണുമ്പോ ആ ഒരു ഇപ്പൊ ഒരു ഫാമിലിയിലെ ഒരാള് കംപ്ലീറ്റ് നമ്മൾ പോസിറ്റീവ് ആവുകയാണല്ലോ, സിനിമ സക്സസ് ആവുന്നു, അതിന്റെ ഒരു വൈബ് എനിക്കും കിട്ടും. അപ്പൊ ഇപ്പൊ JSK വരുന്നു, അടുത്ത പടങ്ങൾ വരുന്നേ, കുടുംബത്തോടെ രക്ഷപ്പെടാൻ പോവാണ് എന്നൊരു ഫീല്. അത് ഭയങ്കര സന്തോഷമാണ്. പുള്ളി അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ റിസൾട്ട് ആ രീതിയിൽ കാണുമ്പോൾ സന്തോഷമാണ്. നമുക്കൊരു ഗെയിം റൗണ്ടിലേക്ക് പോയാലോ? സോ ഒത്തിരി വിശേഷം ചോദിക്കണം, ചിലപ്പോൾ തന്നെ ഇറക്കിവിടും. ഗെയിം വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഞാൻ നമ്മുടെ മലയാള സിനിമയിലെ ഫേമസ് ആയിട്ടുള്ള 5 പേരുടെ ഒരു സ്റ്റാർസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പേര് കിട്ടും. അപ്പൊ നിങ്ങൾ ആ ആളായിട്ട് മാറുകയാണ്. സോ അങ്ങനെ ആളായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ. ഓക്കെ, സിമ്പിൾ അല്ലേ? എല്ലാരും ചെയ്യട്ടെ, ഞാൻ എല്ലാവരും എടുക്കണം. ഓക്കെ, പാസ് അവിടെ തുടങ്ങട്ടെ, ഓർഡറിൽ പോവാം. ഫുൾ പാസ് ചെയ്തോ. ഇവിടെ എത്തുമ്പോ ഇവിടുന്ന് ഓർഡറിൽ അയ്യോ അല്ലേ വേണ്ട, ഇനി ഞാൻ തിരിച്ചിട്ടു. ഇല്ല, ഞാൻ എടുത്തില്ല, ഞാൻ തുറന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ കള്ളക്കളി കളിച്ചെന്ന് പറയില്ലേ. അപ്പൊ പേര് ഇത് ഞാൻ പൊളിക്കും. എനിക്കിത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എങ്ങനെ ചെയ്യണം. ഞാൻ തുടങ്ങാം, കാരണം ഞാൻ ഓൾറെഡി വിചാരിച്ചെന്നെ കിട്ടി. സിമ്പിൾ ആയി പോയിന്ന്. ഓക്കെ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അല്ല ഇപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ചാ പോരെ? രണ്ടാമത് ആദ്യത്തെ നിങ്ങളുടെ ഗെയിം എന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങൾ അദ്ദേഹം ആരാണോ കിട്ടിയത് അദ്ദേഹം ആവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യും എന്നതാണ് ആദ്യത്തെ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹമായിട്ട് തന്നെ എന്റെ അടുത്ത് സംസാരിക്കും. അത് പറയാനൊന്നുമില്ല. അത് പറയാതെങ്ങനെ മനസ്സിലാക്കാന്. ധ്യാൻ ചേട്ടനാവുകയാണെങ്കിൽ, വൈഷ്ണവി ധ്യാൻ ചേട്ടനാവുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ. ധ്യാൻ ചേട്ടനാവുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ. ആദ്യത്തേത് ഡയറക്ഷൻ. ഒരു സിനിമ ഇനിയും. ഓക്കെ, രണ്ടാമത്തേത് കുറച്ചും കൂടി ഇന്റർവ്യൂസ് കൊടുക്കും. ഇനിയും കൊടുക്കും. ഓക്കെ, ശരി. ഇല്ല, മലയാളത്തിലല്ല, ആക്ച്വലി വേറെ ലാംഗ്വേജ് വിളിച്ചാലും തമിഴ്, തെലുങ്ക്, കന്നഡ ഒക്കെ പോയിട്ട് ചെയ്യും. ഇപ്പോ ധ്യാൻ ചേട്ടന്റെ പടം എല്ലാ ആഴ്ചയും റിലീസ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അത് കുറച്ചുകൂടി പടങ്ങൾ കൂടുതൽ കമ്മിറ്റ് ചെയ്യും ഇനിയും. ഓക്കെ, ഫൈൻ. 3 കാര്യങ്ങൾ. ഞാൻ ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് പറയത്തില്ല, പക്ഷെ ഈ 3 പറയുമ്പോ തന്നെ ആരാന്ന് മനസ്സിലാവും. ഫസ്റ്റ് കാര്യം പറയുമ്പോൾ തന്നെ മിക്കവാറും മനസ്സിലാവും. ഫസ്റ്റ് തിങ്, ഫോൺ എടുക്കും, ടൊവിച്ചേട്ടനെ വിളിക്കും, അങ്ങോട്ട് കളിയാക്കും, ഇങ്ങോട്ട് കളിയാക്കുള്ളത് ഏറ്റെടുക്കും. രണ്ടാമത്തേത്, ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഇനിയും ഒരു വേഴ്സറ്റൈൽ സ്കെയിലില് ഒരുപാട് സിനിമകൾ പോയി അഭിനയിക്കും. ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ, ഇനിയും പുതിയ ക്യാരക്ടേഴ്സ് കണ്ടുപിടിച്ച് പോയി ചെയ്യും. ശരി. നമ്പർ 3, ഇതെന്റെ ഒരു പേഴ്സണൽ ആഗ്രഹം കൂടെയാണ്. ആളായിട്ട് ഡയറക്ഷൻ ഇറങ്ങിയിട്ട് മാധവ് സുരേഷിനെ കൊണ്ടൊരു സിനിമയും ചെയ്യും. ആരെ കിട്ടിയത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ചേട്ടൻ കേൾക്കുകയാണെങ്കിൽ അടുത്ത സിനിമയിലെ നായകൻ തന്നെ ഫിക്സ്ഡ്. ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്യുമോ. സിൻസ് മിന്നൽ മുരളി ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം. ബേസിൽ ചേട്ടാ മറക്കരുത്. ഓക്കെ, ഇനി അസ്കർ. സീനിയർ കുറേ സിനിമ ചെയ്യും. ഓക്കെ, കുറെ ഇന്റർവ്യൂസ് കൊടുക്കണം. ഓക്കെ,
പിന്നെ ആ ഒരു കലിപ്പ് മൂട് കുറച്ച് മാറ്റണം. ഞാനാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ അനിയന് വേണ്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോഴും കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളി, എന്നാലും കുറച്ചുകൂടെ വലിയൊരു കാറ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പുള്ളി എപ്പോഴും അനിയനെ കാണുമ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യണ്ടോ, അത് ഇവിടെ ഇരുന്നോ, ഞാൻ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും എന്ന് പറയും. അങ്ങനെ പുള്ളി അനിയനെ അങ്ങ് സ്നേഹിച്ച് ഇതാക്കും. ഞാൻ ഒരാഗ്രഹം പറഞ്ഞു, ഇത് മൂന്നെണ്ണമല്ല. ഈ ഇന്റർവ്യൂ വേണ്ടി വന്നു. എല്ലാം ഞാൻ ഒരാഗ്രഹം പറഞ്ഞോളൂ, ഇത് 3 ആഗ്രഹം എന്റെ ചേട്ടൻ തന്നെയാണ്. ആഗ്രഹം മുഴുവൻ പറഞ്ഞു. ഓക്കെ, ആസിഫിക്ക് ഇത് കേക്കട്ടെ, നിങ്ങൾ റീൽ നമുക്ക് അയച്ചു കൊടുക്കാം. ഇതെല്ലാം പുള്ളി എനിക്ക് ചെയ്തു തന്നിട്ടുള്ള, ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാത്തത്? ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സൂപ്പർ സീരിയൽ ഗ്രൂപ്പിലെ ചേട്ടൻ രജിത്തേട്ടാ. പറയൂ. അല്ല, ഇത് എന്താ പറയാ, ഞാൻ ആക്ച്വലി ആദ്യം സംസാരിക്കാന്ന് പറയാൻ കാരണം എനിക്ക് ലൈക്ക് എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല, പക്ഷെ മാധവ് ഇവിടെ ഇരിക്കുന്നുണ്ട്, JSK എന്ന സിനിമ ഇവിടെ നടക്കുന്നതുകൊണ്ടും പ്രൊമോഷൻ നടക്കുന്നതുകൊണ്ടും എനിക്ക് ഈ പേര് പറയാൻ എളുപ്പമായിരിക്കും, കാരണം സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് ആ ഒരു പവർ എനിക്ക് പെട്ടെന്ന് കിട്ടി. 3 കാര്യങ്ങളില് ഒരെണ്ണം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, കുറെ റിപ്പീറ്റഡ് ആണ്, പക്ഷെ എങ്കിലും ആസ് എ ഫാൻ ബോയ് മൊമെന്റ് എനിക്ക് തീർച്ചയായിട്ടും if I'm Suresh Gopi, I will definitely do more movies. I wanted to see, I mean, അതേ രജിത്താണ്, പക്ഷെ എന്നാൽ പോലും എനിക്ക് സുരേഷ് ചേട്ടനെ കുറച്ചും കൂടി കൂടുതൽ കാണണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. സോ അത് രണ്ടാമത്തെ ഒരു കാര്യം, ആസ് എ സുരേഷ്, ഇഫ് ഐ എം സുരേഷ് ഗോപി, ഞാൻ ഉടനെ ഫോൺ എടുത്ത് മാധവ് നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു വശം, ഞാൻ രജിത്തിനെ വിളിച്ചിട്ട് പറയും എന്നാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്, തുടങ്ങാം, നാളെ തന്നെ വരൂ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്, ആസ് ഇപ്പോ കണ്ടിന്യൂ ചെയ്യുന്ന ഇപ്പൊ ഒരു തൃശ്ശൂർ ജയിച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെയാണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അതേപോലെ അടുത്ത 5 വർഷവും ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലും 10 മടങ്ങായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ടാസ്ക് നൂരാൻ വേണ്ടിയാണ് ഇപ്പൊ ചെയ്തത്. അത് കഴിഞ്ഞില്ല, ഞങ്ങൾക്കത് കാണുന്നുണ്ട്. എന്തൊരു ആഗ്രഹം പറഞ്ഞോ പ്ലീസ്, ഞങ്ങൾക്ക് മാനറിസം. അയ്യോ അങ്ങനല്ല, ഇനി പറ്റൂല, ഇനി മേലല്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്, ഇത്ര എനിക്ക് പറ്റും. ഒരിക്കലല്ല, അയൽവക്കത്തെ പോലും പോയിട്ടില്ല. ഇപ്പൊ വീട്ടില് ഇപ്പോഴും ഒരു അച്ഛനായിട്ടുള്ള ഒരു സുരേഷ് ഗോപി സാർ ഉണ്ടല്ലോ, നമ്മള് കാണുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട് സംസാരിക്കണം, പക്ഷെ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യരുണ്ട്. ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരും, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ വീട്ടിലെങ്ങനെയാ ശരിക്കും? ഇപ്പൊ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഇപ്പൊ എനിക്കൊന്ന് ഗോകുൽ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്, മാധവൻ പറഞ്ഞു, എനിക്ക് സൂപ്പർ സ്റ്റാർ ആണ്, എപ്പോഴും ഒരു സ്റ്റാർ ആയിട്ടാണ് എപ്പോഴും നോക്കണേ. വീട്ടിലൊന്നൊരു അച്ഛൻ എന്നൊരിതുണ്ട്. അച്ഛന്റെ മക്കള് കഴിഞ്ഞ ലോകത്ത് വേറെ ആരും ഉള്ളൂ. ഈസ് എ വെരി ലവിങ് ഫാദർ. എന്ന് വെച്ചാൽ വഴക്കുറേ ഡിസിപ്ലിന്റെ ഭാഗവും അതിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ ഇടയ്ക്ക് ദേഷ്യമൊക്കെ പെടും, പക്ഷെ ആ ദേഷ്യം അവിടെ തീരും. അത് കഴിഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കത്തില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ടു സീ ഹിം ഇൻ എ ഗുഡ് മൂഡ്, ബിക്കോസ് വി റയർലി ഗെറ്റ് ടു സീ ഹിം അറ്റ് ഹോം. ഇപ്പൊ 2 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വല്ലപ്പോഴൊക്കെ കാണാൻ കിട്ടിയിട്ടുള്ളൂ വീട്ടില്. ലൈക്ക് അമ്മ took over the parenting responsibility. And അച്ഛൻ വാസ് ട്രൈങ് ടു ബി ദർ. അപ്പൊ അച്ഛന് 2 ദിവസം ബ്രേക്ക്, ഒരു തമിഴ്നാടിൽ നിന്ന് ഷൂട്ട് നടക്കുന്നിടത്തുനിന്ന് തിരിച്ച് ട്രിവാൻഡ്രം വരാനുള്ള ബ്രേക്ക് കിട്ടിയാലും അച്ഛൻ ഡ്രൈവ് ചെയ്തല്ല, കാറിൽ വന്നിട്ട് 1 ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്ത് അതേപോലെ തിരിച്ചു പോകും. സോ ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്, സ്റ്റിൽ ട്രൈസ് ഹിസ് ബെസ്റ്റ്. 2 ജോലിയും കൂടെ ആയപ്പോൾ യു കൻ അണ്ടർസ്റ്റാൻഡ് എത്രയും കുറവായിരിക്കും കാണാൻ കിട്ടുന്നത്. പിന്നെ ഏതൊരു അച്ഛനും വീട്ടുകാരെയും മക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ. എന്തായാലും എപ്പോഴെങ്കിലും ആസിഫിക്കയുടെ സൗണ്ട് ഏതാണ്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും ആസിഫിക്കന്റെ സൗണ്ടിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? എനിക്കറിയാം, കോളേജിൽ പഠിക്കുമ്പോ മറ്റേ എന്താണ് ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴത്തേക്കും മറ്റേ ഫ്രണ്ട്സിന്റെ മറ്റേ ക്രഷ് ആയിട്ടുള്ള പെൺപിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ ആസിഫിക്കാരുടെ കൂടെ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് അങ്ങനെ ആസിഫിക്ക എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? പിന്നെ അനിയന്മാർക്ക് വേറെ എന്താ ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ വൈബ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങളിപ്പം എനിക്കൊന്ന് ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്തെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യാൻ ഇത്ര സമയമാണെങ്കിൽ ആ ഓളം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സെറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തിയേറ്ററിൽ ഞാൻ വെയിറ്റ് ആണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഗംഭീര സിനിമയാവട്ടെ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലോ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം.